ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IBPS POയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോസാണ് പറയുന്നത്. ആൻഡ് എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു, ഒരു ടൈം ടേബിൾ പറയുമോ, അതുപോലെ തന്നെ എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ എന്നൊക്കെ. ആൻഡ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു 1.5 months അല്ലേ, ജൂലൈ ഒരു ഫുൾ മന്ത് ഉണ്ട്, അതുപോലെ തന്നെ ഓഗസ്റ്റ് ഒരു 15 days വരെ ആയിരിക്കും ലെഫ്റ്റ് ആയിട്ടുണ്ടാവുക. അത്രയും ആ ഒരു ടൈം ഗ്യാപ്പിൽ എങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ, അതായത് ഒരു ഡേയിൽ എത്രമാത്രം കവർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു ടൈം ടേബിൾ ഞാൻ പറഞ്ഞു തരാം. സോ നമ്മൾക്ക് എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു 1.5 months ആണ് നമ്മൾക്ക് പ്രീക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ദെൻ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഫുൾ മന്ത് കഴിഞ്ഞ് ഒക്ടോബർ ആയിരിക്കും നമ്മൾ മെയിൻസ് കണ്ടക്റ്റ് ആവുന്നത്. സോ ഈ ഒരു 1.5 months നിങ്ങൾ ഏത് എക്സാംസ് എടുത്താലും നമ്മൾ പറയുന്ന കാര്യമാണ്, പ്രീയുടെ കൂടെ തന്നെ മെയിൻസും പഠിച്ചു പോകണം. കാരണം മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടും കഴിഞ്ഞ് വളരെ കുറച്ച് ടൈം മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു റഷിൽ നമ്മൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും പഠിക്കാൻ ടൈം കിട്ടാറില്ല. ഓക്കെ, സോ ഇപ്പോഴുള്ള ആ ഒരു ഫോക്കസ്, അതായത് നിങ്ങൾക്ക് പ്രിയ ഒരു 80+ മാർക്സ് അല്ല ഞാൻ പറയുന്നത്, 80+ കിട്ടുന്നുണ്ടെങ്കിൽ, പെർസെൻറ്റേജും അല്ല പെർസെൻറ്റൈൽ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും ഈ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. അതല്ല നിങ്ങൾക്ക് പെർസെൻറ്റൈൽ കുറവാണ്, പ്രീ തന്നെ ക്വാളിഫൈ ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രീക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഇപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് SB എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ പലരും പഠിക്കുന്നൊന്നും ഇല്ലായിരുന്നായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ എഫിഷ്യൻസീസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രിലിംസിന് തന്നെ വളരെ സ്പീഡ് കുറവാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി പ്രിലിംസിന് എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. ദെൻ പ്രിലിംസ് ഉണ്ടെങ്കിൽ മാത്രമേ മെയിൻസ് ഉള്ളൂവല്ലോ. സോ അങ്ങനെ അത് കണക്കാക്കുക. ദെൻ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻസിനും ഈ കൂടെ തന്നെ പ്രാധാന്യം കൊടുക്കണം. സോ ഇപ്പോഴുള്ള ടൈം, അതായത് ഈ ഒരു 1 month കൂടുതലും മെയിൻസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കൂടുതൽ ഫോക്കസ് എന്നാണ് പറയുന്നത്, പ്രിലിംസ് ഒഴിവാക്കാൻ അല്ല പറയുന്നത്, കൂടുതൽ ഫോക്കസ് മെയിൻസിന് കൊടുക്കുക. ദെൻ എന്താണ്, ഇപ്പോൾ ക്വാൻസിൻ്റെ കേസിലൊക്കെയും ഇപ്പോൾ ക്വാൻസ് മുതൽ നമുക്ക് തുടങ്ങാം. ക്വാൻസിൽ നിങ്ങൾക്ക് അറിയാം, പ്രിലിംസിന് ഇല്ലാത്ത ധാരാളം ടോപ്പിക്സ് നമുക്ക് മെയിൻസിന് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഹയർ ലെവലായിരിക്കും മെയിൻസിന് വരുന്നത്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സോഴ്സസ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ക്വാൻസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ടോപ്പിക്സ്, അതായത് DIs ഒക്കെ നമ്മൾക്ക് അരിത്തമെറ്റിക് ബേസ്ഡ് DIs ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്ലാസ്സസ് അതൊക്കെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ക്വാൻസിൽ കൂടുതലും നമ്മൾക്ക് എന്താണ്, DIസും അതുപോലെ സിംപ്ലിഫിക്കേഷൻസ് കുറച്ചേ വരാറുള്ളൂ. DIs ഒക്കെയാണ് കൂടുതലും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് ബേസ്ഡ് DIസും അതുപോലെ ലോജിക്കൽ DIസും ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒരു 2 സെറ്റൊക്കെ വരുമ്പോൾ അത്യാവശ്യം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ക്വാൻസിൻ്റെ കേസിൽ അങ്ങനെ വരും. ദെൻ റീസണിങ്ങിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, റീസണിങ്ങിൽ മെയിൻസിൽ നമ്മൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അതുപോലെ തന്നെ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ഒക്കെ ഹയർ ലെവൽ, അതുപോലെ തന്നെ കോഡഡ് സിലോജിസം, കോഡഡ് ബ്ലഡ് റിലേഷൻ എല്ലാം ഒരു കോഡഡ് ഫോമിലായിരിക്കും റീസണിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടുതലും ചെയ്യാൻ, മിസ്സലേനിയസ് ടോപ്പിക്സ് ആയിട്ടുള്ള ഇതെല്ലാം കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പസിൽസ് ആൻഡ് സീറ്റിംഗ് ചെയ്യണം. എന്നാൽ പോലും ഇതുപോലുള്ള കോഡഡ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് പസിൽസ് ഒക്കെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതായിരിക്കും. അതൊക്കെ മൊത്തം നമുക്ക് പ്രിലിംസ് പോലെ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. ബട്ട് ഈ മിസ്സലേനിയസ് ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ റീസണിങ്ങിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ദെൻ വരുന്നതാണ് ഇംഗ്ലീഷ്. ഇപ്പോൾ RRB PO എക്സാം വരും എന്ന പ്രതീക്ഷയിൽ എന്താണ് RRB POയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചവർ കാണും. സോ അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലും ഇംഗ്ലീഷിനെ സ്കിപ്പ് ചെയ്യാനാണ് ചാൻസ്. ബട്ട് നിങ്ങൾ ഇംഗ്ലീഷിനും എന്ത് ചെയ്യുക, നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം ബാക്കി ക്വാൻസും റീസണിങ്ങും നമ്മൾ നല്ല സ്കോർ ചെയ്തെങ്കിൽ പോലും മാർക്സിനെ നല്ല രീതിയിൽ നെഗറ്റീവ് മാർക്സ് വരുത്താൻ ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെക്ഷന് സാധിക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് വരാത്ത രീതിയിൽ, ഇപ്പോൾ വളരെ കുറവേ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നെഗറ്റീവ്സ് വരുത്താതെ മാർക്സ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്.
ദെൻ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് റീഡ് ചെയ്യുക. ഇംഗ്ലീഷിൽ റീഡിങ്ങിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഗ്രാമർ റൂൾസ് ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു നമ്മൾ വായിക്കുന്ന ആ ഒരു പാസേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾക്ക് ഗ്രാമർ റൂൾസ് ഇല്ലാണ്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഡെയിലി എഡിറ്റോറിയൽസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക. ഞാൻ ഒരു ദിവസം എഡിറ്റോറിയൽ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. സോ ഇതുപോലെ എന്നും ഡെയിലി ബേസിസിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം PDFs ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഉള്ളതല്ലാണ്ട് വേറെയും PDFs നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഏതാണോ വേണ്ടത് അത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഈ 3 സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലും മെയിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു 1 മന്തിൽ മെയിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 4 ദിവസം കഴിയുമ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞ് ഒരു മെയിൻസ് മോക്ക് എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. ഇതിനോടിടയ്ക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ പ്രിലിംസിൻ്റെ മോക്ക് ചെയ്യാനും ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സോഴ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ധാരാളം ലൈവ് മോക്സ് അവൈലബിൾ ആവുന്നുണ്ട്. ഗൈഡ്ലിയിലും പ്രാക്ടീസ് മോക്കിലും ഒലിവ് ബോർഡിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ലൈവ് മോക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ആ ലൈവ് മോക്സ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മോക്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലൈവ് മോക്കിൽ എങ്ങനെ നിങ്ങളുടെ പൊസിഷൻ നിൽക്കുന്നു എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത മോക്സ് എക്സാം ടൈം ആകുമ്പോഴേക്കും സേവ് ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ ധാരാളം ലൈവ് മോക്സ് വരുന്ന ഒന്നും മിസ് ചെയ്യാതെ ചെയ്യുക. ലൈവ് മോക്സ് നമ്മൾക്ക് ആ ഒരു ലെവല് എക്സാം ലെവലിനോട് അടുത്തുള്ള ലെവലായിരിക്കും വരുന്നത്. സോ എവിടെയാണ് നമ്മൾ ഇത്രയുമുള്ള ക്രൗഡിനിടയിൽ പ്ലേസ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മെയിൻസ് മോക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഇപ്പോൾ മെയിൻസ് ഫുൾ ലെങ്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സെക്ഷണൽസ് എങ്കിലും ചെയ്യുക. ഓക്കെ, സെക്ഷണൽസ് ചെയ്താലും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഏറ്റവും വീക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്വാൺസ് ആയിരിക്കും അല്ലേ. സോ ക്വാൺസിൻ്റെയൊക്കെ സെക്ഷണൽസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീക്കിനെ സ്ട്രോങ് ആക്കുന്നതിനും മുൻപ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ആവറേജ് നിൽക്കുന്നതിനെ നല്ല ഡബിൾ സ്ട്രോങ് ആക്കുക എന്ന് വേണം ചെയ്യാൻ. ഓക്കെ, അതായത് പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾക്ക് റീസണിങ്, അതായത് പ്രിലിംസ് ലെവലിൽ റീസണിങ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്ട്രോങ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മെയിൻസ് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ ഒരു റീസണിങ്ങിനെ മാറ്റി വെച്ചിട്ട് ബാക്കി ക്വാൺസിനും ഇംഗ്ലീഷിനും കൂടുതൽ സമയം കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ഓൾറെഡി ആവറേജ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിരിക്കുന്നതിനെ നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. ബട്ട് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന റീസണിങ്ങിനെ അതൊരു സൂപ്പർ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു നമ്മൾക്ക് മാർക്സ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കുക. ക്വാൺസിനെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്, റീസണിങ്ങിനെ ഒഴിവാക്കാതിരിക്കുക. അതാണ് മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം. ഓക്കെ, ദെൻ ഈ ഉള്ള ഒരു 1 മന്തിൽ ഇതുപോലെ മെയിൻസിന് പ്രാധാന്യം കൊടുത്ത് മെയിൻസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് അത്യാവശ്യം പ്രിലിംസിൻ്റെ കോൺസെപ്റ്റ്സും ക്ലിയർ ആവുന്നതായിരിക്കും. ദെൻ ബാക്കിയുള്ള 15 ഡേയ്സിൽ എന്ത് ചെയ്യാം, കൂടുതലും ഡെയിലി പ്രിലിംസ് ലെവൽ മോക്കും ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോഴേ നിങ്ങൾ പ്രിലിംസിന് മാത്രം ഫുൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻസ് ആകുമ്പോഴേക്കും ടൈം ഒന്നും കിട്ടുകയില്ല, വെറുതെ റിഗ്രറ്റ് ചെയ്യാവുന്നേ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് സോഴ്സസ് എങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ ക്വാൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്വാൺസ് നിങ്ങളൊരു വീഡിയോ സോഴ്സ്, ഒരു വീഡിയോ സോഴ്സാണ് കാണുന്നതെന്ന് വെക്കുക. ഇപ്പോൾ നമ്മൾക്ക് ക്വാൺസിന് ടീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കൗശിക് സാറുണ്ട്, കാരിയർ ഡിഫൈനർ യൂട്യൂബ് ചാനൽ, കൗശിക് സാറുണ്ട്, ആശിഷ് അറോറ സാറുണ്ട്, സ്റ്റഡിഫൈഡ് യൂട്യൂബ് ചാനൽ, ദെൻ ഹർഷൽ സാറുണ്ട്, സ്റ്റഡി നിധിയിൽ ഹർഷൽ സാറുണ്ട്. ഇങ്ങനെ 3 ടീച്ചേഴ്സാണ് ക്വാൺസിൽ നമുക്ക് മെയിനായിട്ട് നിൽക്കുന്നത്. അഥവാ നിങ്ങളൊരു ബിഗിനർ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം, അഡ്ഡ ഫോളോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ടീച്ചേഴ്സിലോട്ടൊക്കെ വരാം. ഇതിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ ഒട്ടുമിക്ക എൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്തത് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് വെച്ചാണ്. ബട്ട് അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യാം. ചിലർക്ക് ആശിഷ് സാറിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും നല്ലതായിട്ട് തോന്നിയത്, ചിലർക്ക് ഹർഷൽ സാറിൻ്റെ ആയിരിക്കും. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, അക്കോർഡിംഗ് ടു യു ആണ്. നിങ്ങൾക്ക് ഒന്നാമത് നമ്മൾ മലയാളീസ് ആണ്, ഹിന്ദി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ ഹിന്ദിയാണോ മനസ്സിലാവുന്നത് ആ ആളുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ കൗശിക് സാറിലോട്ട് പോകാൻ നിൽക്കേണ്ട. ഓക്കെ, ഏകദേശം ഇവരൊക്കെ പഠിപ്പിക്കുന്ന
ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം ലെവലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. വെൽ നോൺ ടീച്ചേഴ്സാണ് ഇവർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ മൂന്നിൽ ആരെയും ഫോളോ ചെയ്യുക. നമ്മൾക്ക് മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലും എന്താണ് സോഴ്സസ് വളരെ റെയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഇപ്പോൾ ഇവരെയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ ബേസിക് മുതലുള്ള എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അതാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവരെ ഫോളോ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ കൗശിക് സാറിൻ്റെ ഒരു വീഡിയോ ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചു. ഇപ്പോൾ IBPS POൻ്റെ ഒരു PYQ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ഇയറിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ലൈവ് അറ്റംപ്റ്റ് ചെയ്യരുത്. ലൈവ് ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യരുത്. അവർ ലൈവ് അറ്റംപ്റ്റ് ചെയ്യാൻ പറയും, അത് അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്ത് ചെയ്യുക, ഒരിക്കലും ലൈവ് അറ്റംപ്റ്റ് ചെയ്യരുത്. ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുക. റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ലൈവിൽ 1.25 മണിക്കൂറുള്ള ഒരു ക്ലാസ് റെക്കോർഡഡിൽ നമുക്ക് ചിലപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സോ എന്ത് ചെയ്യുക, റെക്കോർഡഡ് കാണുക. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന IBPS POൻ്റെ ഒരു PYQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിനോട് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്ന ഒരു ലെവലായിരിക്കും അവർ കാണിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ അവരുടെ കുറേ ഇൻട്രൊഡക്ഷൻസും അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കാണുക. ആ ക്വസ്റ്റ്യൻ കണ്ടു, നമ്മളത് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ആദ്യം റീഡ് ചെയ്ത് നോക്കുക. റീഡ് ചെയ്തു, അണ്ടർസ്റ്റാൻഡ് ആയില്ല, ഒന്നുകൂടെ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ എന്തൊക്കെയോ എവിടേക്കോ കിട്ടി. സോ എന്ത് ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്യുക. കിട്ടിയ ഡേറ്റാസ് എന്താണ്, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ചെയ്ത് നോക്കുക. പകുതിക്ക് വെച്ച് സ്റ്റക്കായി. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോസ് ചെയ്ത വീഡിയോ റെസ്യൂം ചെയ്യുക. റെസ്യൂം ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ആ സാർ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കുക. ദെൻ ആ ഒരു നമ്മൾ ചെയ്തു വെച്ചിരുന്ന പ്രോസസ്സ് കൂടി തന്നെയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നോക്കുക. അവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കി എവിടെയാണോ സ്റ്റക്കായത് അത് നോക്കി ബാക്കി ചെയ്തു പോവുക. അതല്ല അവർ പറയുന്ന കുറച്ചുകൂടി ഒരു സിംപ്ലർ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക. ആ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അതെന്താണ്, ആ സാറ് ഫുള്ള് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തായിരിക്കും പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി, അവരുദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പോസ് ചെയ്യുക. എന്നിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ തന്നെ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ക്ലിക്കാവും. അത് എന്താണ്, ആ പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ അപ്പോൾ തന്നെ അത് ക്ലിക്കാവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ഒരു വീഡിയോ ക്ലാസ്സിനെ കാണാൻ. അതല്ലാതെ അവർ പഠിപ്പിക്കുന്നത് മാത്രം ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോൾ അതിലോട്ട് പോകും. ഇങ്ങനെ വേണം ആ ഒരു വീഡിയോ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യാൻ. അതാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ചോദിക്കും, കോൺസെപ്റ്റ് ക്ലിയർ ആണ്, എനിക്ക് വീഡിയോ ക്ലാസ്സസ് കാണുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം എനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ പറയുന്നത്. ബട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ സാർ അന്ന് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെന്ന് വെച്ചു. നമ്മൾ ആ ഒരു സാറ് പറഞ്ഞു, ആ ഒരു വീഡിയോ ഫുള്ള് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഒരു ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആ വീഡിയോ എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ കാണുന്നു, ദെൻ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരുന്നത്, വേറൊരു പാറ്റേൺ. അതായത് ആ പാറ്റേൺ തന്നെയായിരിക്കും, വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ മാറിയിട്ട് വരും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റ് നമ്മൾക്ക് അവിടെ ക്ലിക്കാവും. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും അരിത്മെറ്റിക്കൽ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഓടിപ്പിടിച്ച് നമ്മൾക്ക് പെട്ടെന്ന് കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുകയില്ല. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ പല ക്വസ്റ്റ്യൻസ് പലതവണ കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് എന്ത് പറ്റുന്നത്, കോൺസെപ്റ്റിന് ക്ലാരിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ഇതുപോലെ ഇത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് PDF, ഇതിൻ്റെ തന്നെ PDF അവരുടെ ടെലിഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ആ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും പിറ്റേന്നൊരു ദിവസം പിന്നെയും ചെയ്ത് നോക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു ലൈവ് ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യനാണ് അവർ പറയുന്നതെങ്കിൽ ആ 10 ക്വസ്റ്റ്യനും 10 മെത്തേഡ്സ് 10 ചാപ്റ്റേഴ്സിലെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയുന്നത്. ഇതുപോലെ വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സസ് കാണുമ്പോഴായിരിക്കും നമ്മൾക്ക് എന്ത് പറ്റുന്നത്, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത്. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും ആ ഒരു അരിത്മെറ്റിക്കിനോടുള്ള ആ ഒരു ഭയം തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ ഒരു കോഴ്സസും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ അരിത്മെറ്റിക് ബേസ് സ്ട്രോങ് ആക്കിയത്. ഇപ്പോൾ ഇത്രയും ഒരു SBA കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വന്നു, ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇത് ഇനിയും ആ ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മൾ ക്വാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് റീസണിങ്ങിനും ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു വീഡിയോ എടുക്കുക. റീസണിങ്ങിന് മെയിനായിട്ടും മെയിൻസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് പുനീത് സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ
പുനീത് സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, ദെൻ സ്മൃതി മാമിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, സ്മൃതി മാം ഉണ്ട്, ദെൻ അങ്കുഷ് ലാംബ സാറുണ്ട്. ബട്ട് പേഴ്സണലി എനിക്ക് അങ്കുഷ് ലാംബ സാർ പഠിപ്പിക്കുന്ന മെത്തേഡ്സ് അത്രയും അങ്ങോട്ട് ഗ്രാസ്പ് ആവുകയില്ല. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ, ഞാൻ പറഞ്ഞല്ലോ. സോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ബട്ട് എനിക്കത് അത്ര പോരാ. സോ ഞാൻ കൂടുതലും ഫോളോ ചെയ്തിട്ടുള്ളത് പുനീത് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. ദെൻ ചില കാര്യങ്ങൾക്ക് ഞാൻ സ്മൃതി മാമിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലപ്പോൾ ഈ പുനീത് സാർ പറയുന്ന ക്ലാസ്സസിനേക്കാളും ചിലപ്പോൾ അതിലും കുഞ്ഞ് ട്രിക്സ്, അതായത് കുറച്ച് ടൈമിൽ നമ്മൾക്ക് എന്താണ് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ സ്മൃതി മാമിൻ്റെ ചില കോഡിങ്ങിൻ്റെ ക്ലാസ്സസൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ഇവരിൽ ബെറ്റർ ആര്, നമ്മൾക്ക് പലരും കാണും, ബട്ട് നമ്മൾക്ക് വേണ്ടത് ഏറ്റവും ബെസ്റ്റ്, അതായത് കുറഞ്ഞ ടൈമിൽ നമ്മളുടെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആളെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, സോ ഈ 3 ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. ദെൻ ഇംഗ്ലീഷിൽ എപ്പോഴും പറയുന്ന കൂട്ട് നിമിഷ ബെൻസൽ മാമും അതുപോലെ തന്നെ വിശാൽ പരിഹാർ സാറുമാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. എഡിറ്റോറിയൽസ് ഒന്നും ഇപ്പോൾ, അതായത് അത്യാവശ്യം റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എഡിറ്റോറിയൽസ് ഒന്നും അവരുടെ ക്ലാസ്സസ് കാണാൻ മെനക്കെടേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് എഡിറ്റോറിയൽസ് വായിച്ചു നോക്കുക, സ്വന്തമായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, അത് വേണം ചെയ്യാൻ. ദെൻ കൂടുതലും സെക്ഷനൽസ് ചെയ്യുക, അല്ലാണ്ട് വീഡിയോസ് ഒത്തിരി കണ്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വീഡിയോസിന് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും സെക്ഷനൽസ് ചെയ്ത് സെൽഫ് പ്രാക്ടീസ് ആയിരിക്കും ഇംഗ്ലീഷിന് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് IBPSൻ്റെ PO മെയിൻസ് സ്ട്രാറ്റജിയാണ് ഇതിൽ കൂടുതലായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രിലിംസിനും ഇതുപോലെയൊക്കെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.